അപ്പോൾ നമ്മൾ രാവിലെ എനിക്ക് വെള്ളം കുടിക്കാൻ നോക്കിയപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഒരു പാത്രം വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ നിങ്ങൾ റാഗി പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജോഷേട്ടൊന്ന് പണിക്ക് പോയേക്കാം, അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ റാഗി പുട്ട് എനിക്കും പിള്ളേർക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ റാഗി പുട്ടിന് വേഗം കുഴച്ച് വെച്ചിട്ട് അടുത്ത കലപരിപാടിയാവുമെന്ന് വെച്ചിട്ട് അത് കുഴക്കാൻ നോക്കിയിട്ട് എന്തോരം വെള്ളം ഒഴിച്ചിട്ടും അത് നനയുന്നില്ല, കുതിരുന്നില്ല, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ച് നന്നായി അങ്ങോട്ട് കുഴച്ചെടുത്തു. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ എനിക്ക് വന്ന് എന്നെ സഹായിക്കാനായിട്ട് വരിക. കണ്ട കാന്താരി മുളകാണ് ഈ കാലത്തായിട്ട് തന്നെ പോയി പറിക്കാൻ പോയിക്കുക. അത് പറിച്ചു കൊണ്ടിരുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുഴുങ്ങാൻ വെച്ചപ്പോൾ പിള്ളേർ ഓരോരുത്തരായിട്ട് എനിക്ക് വന്ന് പാതിയും പുറത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പാട്ടോ. മുട്ട പിള്ളേർക്കാണ് രാവിലെ. പിള്ളേർക്ക് ഭയങ്കര ക്ഷീണമെന്ന് എല്ലാവരും പറയണം. കാരണം രാവിലെ ഇപ്പോൾ നാടൻ മുട്ട ഓരോന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഫ്രീസറിൽ നിന്ന് ഞാൻ വറക്കാനുള്ള മീനുണ്ട്, വെക്കാനുള്ള മീനുണ്ട്. വലുത്തെ വെക്കാനുള്ള മീനെടുത്ത് ഞാൻ ആദ്യം കഴുകി വൃത്തിയാക്കി മീൻകറി വേഗം അടപ്പത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ പുട്ടിന് തേങ്ങ ചേർക്കാൻ നോക്കിയപ്പോൾ കണ്ട 8ൻ്റെ പണിയാണ് കിട്ടണേ. രാവിലെ ഏറ്റവും മുതൽ എല്ലാം 8ൻ്റെ പണിയാണ്. ഉണ്ണിക്കുട്ടൻ്റെ ഇടയിൽ പോയി ആ കാന്താരി മുളക് പറിച്ചു കൊടുന്ന് അതിൻ്റെ കണ്ണ് തിരുമ്പി അത് കരഞ്ഞു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വേഗം പോയൊരു തേങ്ങ പൊതിച്ച് കൊണ്ടുവന്ന് തേങ്ങ ചെരുകി പുട്ട് അടപ്പത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമല്ലോ. പിന്നെ വിശക്കണു എന്നുള്ള ഡയലോഗ് പറഞ്ഞു തുടങ്ങി. അപ്പം മീൻകറിക്ക് ഒരടപ്പത്തും വെച്ച് ഒരടപ്പത്ത് കുക്കർ വെച്ചിട്ട് മറ്റേ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മറ്റേ വലിയ പുട്ടാകുമ്പോൾ പിള്ളേർക്ക് കുറേ ആയി ഇതാകുമ്പോൾ ഓരോന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായില്ല. അത് കാരണം ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വേഗം തേങ്ങ ചെരുകി ചിരട്ടപ്പുട്ടിന് അടപ്പത്ത് വെച്ചു. അപ്പോഴേക്കും ഓരോരുത്തർ വിശക്കണോ അമ്മ ഇത് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞാൽ 100 കാര്യങ്ങളായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 100 ആവശ്യത്തിന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിരട്ടപ്പുട്ട് എന്ത് ചെയ്താൽ കുക്കറിൽ വെക്കാൻ പറ്റണില്ല. ഏറ്റവും വളരെ കഷ്ടപ്പെട്ടാണ് ചിരട്ടപ്പുട്ട് കുക്കറിൻ്റെ മുകളിൽ വെച്ചത്. അങ്ങനെ അത് വെച്ച് സെറ്റാക്കി. അപ്പോഴേക്കും നമ്മുടെ മീൻകറിക്കുള്ള ചട്ടി ചൂടായതിൻ്റെ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവിടുക. നമ്മൾ കോട്ടയം സ്റ്റൈലിൽ മീൻകറി വറ്റിച്ച് വയ്ക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചുവന്നുള്ളി വെളുത്തുള്ളി നന്നായി നുറുക്കിയത് അതിലേക്ക് ഇടുക. അതിൽ കുറച്ച് കാന്താരിമുളകും കറിവേപ്പിലും കൂടുതലുണ്ടാവും, കാരണം നമ്മുടെ വീട്ടിലുണ്ട്, സ്വാഭാവികം. അപ്പോൾ അത് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി 2 സ്പൂണ്. മുളക് പൊടി നന്നായി വേണം, നല്ല എരിവും പുളിയുള്ള മീൻകറി കുറച്ചും കൂടിയും എനിക്കും ജോഷേട്ടനൊക്കെ ഇഷ്ടം. അപ്പം നന്നായി അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ചല്ല 1 കപ്പ് വെള്ളം ഒഴിക്കുക, ഉപ്പിടുക, കുടപ്പുളി ഇടുക. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീനിടുക. മീൻകറി സെറ്റ്. പിന്നെ നമ്മൾ മീൻകറി ഭാഗത്തേക്ക് നോക്കണ്ട, മീൻകറി അവിടെ ഒന്ന് സെറ്റായിക്കോളും. അപ്പോഴാണ് ആലോചിച്ച് തോരൻ വയ്ക്കാൻ ഒന്നുമില്ലല്ലോ ഒന്ന്. അങ്ങനെ മുറ്റത്ത് ഇറങ്ങി ചേമ്പുതാൾ തോരൻ വയ്ക്കാന്ന് വെച്ച് മുറിക്കാൻ നോക്കിയപ്പോഴാണ് ചേന ഒരെണ്ണം തണ്ട് വാടി നിൽക്കണത് കണ്ടത്. എന്നാൽ ചേന നമുക്ക് തോരൻ വയ്ക്കാന്ന് വെച്ചാൽ ചേന പറക്കാൻ എളുപ്പമായിരുന്നു, കാരണം നനഞ്ഞ് കിടക്കണ മണ്ണായ കാരണം പെട്ടെന്ന് കിട്ടി. പക്ഷേ അത് കഴുകി വൃത്തിയാക്കി അത് മൊത്തം മണ്ണ് കളയാനൊരു പണിയായിരുന്നു. അതിന് നിറച്ച് ചെളിയായിരുന്നു. നേരെ പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി നന്നായി കഴുകി വൃത്തിയാക്കി അത് എടുക്കുമ്പോഴേക്കും ഏതാണ്ട് ഒരു സമയമായി. അങ്ങനെ കഴുകി വൃത്തിയാക്കി വന്നപ്പോഴാണ് എന്നാൽ വേണ്ട നമുക്ക് ചേന വറുത്തരച്ച് വെക്കാമെന്നൊരു ചിന്ത. കാരണം അത് മുറിക്കുമ്പോൾ ഉണ്ടല്ലോ അല്ലുവ കഷ്ണം പോലത്തെ ചേനയായിരുന്നു. എന്തൊരു സൂപ്പർ ചേനയാണെന്നറിയോ. അപ്പം നമുക്ക് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ച് വേഗം ചേനയൊക്കെ ക്ലീൻ ചെയ്ത് തൊലി കളഞ്ഞ് അകത്തേക്ക് കയറ്റിയിട്ട് മുന്നേ നുറുക്കലൊക്കെ ചെയ്യുക. പുറത്ത് വെച്ച് ക്ലീൻ ചെയ്യാൻ പിന്നെ അകത്തൊക്കെ മണ്ണാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് ഞാൻ ക്ലീൻ ചെയ്ത് അകത്തേക്ക് കയറ്റി നുറുക്കി അത് അടപ്പത്ത് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് അടുപ്പത്ത് വെച്ചു. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടനെ പല്ലയപ്പിച്ചു. ഉണ്ണിക്കുട്ടൻ കാന്താരി മുളകും കറിവേപ്പിലൊക്കെ പറിച്ച് മുറ്റത്തോടെ സൈക്കിളിൽ ചവിട്ടി നടക്കായിരുന്നു. അപ്പോൾ വേഗം അവനെ വിളിച്ച് പല്ലയപ്പിച്ച് പുട്ടായി ഉണ്ടായിരുന്നു. അപ്പോൾ പുട്ട് കൊടുത്തു. പുട്ട് കുഴച്ച് വെച്ചിട്ടാണ് കൊടുത്ത പഴവും. അത് തിന്നണ ഒരു രീതി കണ്ടില്ലേ, വളരെ ആസ്വദിച്ച് ഓരോ ഉരുളകളെടുത്ത് വായിലിട്ട് അവിടെ ചേട്ടൻ ഇരിക്കുന്നുണ്ട്, ചേട്ടനെ നോക്കി കോക്കിരി കുത്തി അങ്ങനെയൊക്കെയാണ് കഴിക്കണത്. ഒരു കണക്കിന് ഞാൻ വാരി കൊടുത്ത് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് വറക്കാനുള്ള മീനെടുത്ത് നന്നാക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ദേ കത്തി എടുത്തിട്ട് മീനിൻ്റെ കണ്ണ് ഞാൻ പൊട്ടിച്ച് തരാം, വാല് ഞാൻ മുറിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് ദേ കത്തി എടുത്താലേ ഞാൻ പുല്ല് ചെത്തി തരാമെന്ന് പറഞ്ഞിട്ട് വളരെ വളരെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ആ കത്തിയും കൊണ്ട് ആൾ പോയിട്ടാണ്. അന്ന് ചെമ്പല്ലി ആയ കാരണം വലിയ ചെമ്പല്ലിയായിരുന്നു, അത് കാരണം നന്നാക്കാൻ എളുപ്പമായിരുന്നു. അത് വേഗം നന്നാക്കി പുറത്തന്നെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി വറക്കാനല്ലേ. അപ്പോൾ അത് ഉപ്പും മഞ്ഞപ്പൊടി മുളകോടൊക്കെ തിരുമ്പി സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ചേനയ്ക്ക് വറുത്തരയ്ക്കാനായിട്ട് തേങ്ങ തിരുമ്മിണ്ടായില്ല. അപ്പോൾ തേങ്ങ വേഗം ചെരുകി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തേങ്ങ ചെരുക അതുപോലെ തേങ്ങ പൊതിക്കുക ഈ 2 പരിപാടി ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. പിന്നെ വേറെ ആരും ചെയ്യാനില്ലാത്ത കാരണം ഞാൻ തന്നെ ചെയ്തു. ചീഞ്ചട്ടി വയ്ക്കുക, അതിലൊരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക, തേങ്ങ ഇട്ടിട്ട് കറിവേപ്പില പൊട്ടിക്കാൻ പിന്നെ ഉണ്ണിക്കുട്ടനുണ്ടല്ലോ, ഉണ്ണിക്കുട്ടൻ വേഗം പോയി പൊട്ടിച്ച് കൊണ്ടുവന്നു. അതിലേക്ക് 2 ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായി ചോക്ക വറക്കുക. ഒരുവിധം കണ്ടമാനം ചോക്ക വറക്കാനുള്ള ക്ഷമയൊന്നും എനിക്കുണ്ടായില്ല. അപ്പോൾ അതേ അപ്പുറത്ത് മീൻ വറുത്തത് വെക്കാമെന്ന് വിചാരിച്ച് വേഗം മീൻ വറക്കാനുള്ളത് അടപ്പത്ത് സെറ്റാക്കി. വിശന്നിട്ട് അഞ്ച പാടില്ല. പുട്ട് കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യം. എനിക്ക് കാലത്ത് ചോറുണ്ടല്ലോ വിശപ്പ് മാറുള്ളൂ, എന്താണെന്നറിയില്ല, അത് ശീലമായത് കൊണ്ടാണോന്നറിയില്ല. അപ്പോഴേക്കും തേങ്ങ വറന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അതൊക്കെ ഇട്ട് നന്നായി അങ്ങോട്ട് മൂത്ത് വരുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നു എന്തൊരു മണാന്നറിയാം. തേങ്ങ വറക്കുമ്പോഴുള്ള മണം ഒരു പ്രത്യേക മണാട്ടോ. അത് നന്നായി തീ കുറച്ചിട്ടിട്ടാ കരിയാണ്ട് നന്നായി ചൂടാക്കി അത് വേഗം 2-3 ഐസ് ക്യൂബും കുറച്ച് വെള്ളം ഒഴിച്ച് വേഗം അരച്ചെടുത്ത് കൊണ്ടുവച്ച് അവിടെ വെച്ച് വേറെ എന്തോ ഒരു കാര്യത്തിന് പോയി വരുമ്പോഴേക്കും ആ മിക്സിയുടെ ചാറ് ചൂടുണ്ടായിരുന്നു. അതുമ്പോൾ തൊട്ട് ഉണ്ണിക്കുട്ടൻ ചൂടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വേഗം അരപ്പ് നന്നായി വെണ്ണ പോലെ അരച്ചായിരുന്നു. ആ അരപ്പ് അതിലേക്ക് ഒഴിച്ച്
നന്നായി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ കടുക് പൊട്ടിക്കും. എനിക്ക് ഉള്ളി കാച്ചണത് ഇഷ്ടം. ആ ഉള്ളി കാച്ചണ സ്മെല്ലും കൂടി അതിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകമാണ്. ഇപ്പം തന്നെ ബീഫിൻ്റെ മണാട്ടം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉള്ളി വേഗം നുറുക്കി അത് കാച്ചി അതിലേക്ക് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ ചേന വറുത്തരച്ച കറി സെറ്റ്. മീൻ കറിയുണ്ട്, ചേന വറുത്തരച്ച കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. വേഗം പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാണ്ടായിരുന്നു. മീൻ കറിയുടെയും ബീഫിൻ്റെയും ഒക്കെ മണം അടിച്ചിട്ട് വിശന്നിട്ട് ഒരു വിളി അപ്പുറത്തിട്ടാ വയറിങ്ങനെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ സ്പീഡിൽ ഞാൻ പാത്രങ്ങൾ കഴുകി. പിന്നെ കൈയോടെ പാതിമുറൊക്കെ തുടച്ച് വൃത്തിയാക്കിയിടും. പിന്നെ ഭക്ഷണം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് വൃത്തിയാക്കാനൊന്നും എനിക്ക് ആ പണി ഇഷ്ടമല്ല. കൈയോടെ ഞാൻ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഉണ്ണിക്കുട്ടനെ വരെ സഹായിക്കാൻ നിൽക്കുന്നുണ്ട്. മറ്റേ ദോശയിൽ എണ്ണ പറ്റുന്ന ആ ബ്രഷില്ലേ, ആ ബ്രഷ് ഉപയോഗിച്ച് അവിടെ പാതിമുറത്തൊക്കെ നന്നായി പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി തരുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ പാതിമുറൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി ആ തുണി അവിടെ വിരിച്ചിട്ടു. അങ്ങനെ അടുക്കളയിലത്തെ പണികൾ കഴിഞ്ഞു. അങ്ങനെ ഒരു പ്ലേറ്റിൽ കുറച്ച് മീൻ കറിയും മീൻ വറുത്തതും ചേന വറുത്തരച്ചതും കൂട്ടി ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. അപ്പോൾ പിള്ളേർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പുട്ട് തന്നിട്ട് അമ്മ ചോറല്ല തിന്നണേന്ന്. അതൊന്നും നമ്മൾ വക വയ്ക്കാൻ പാടില്ല. നമ്മൾ ഒരു പ്ലേറ്റ് ചോറ് അങ്ങനെ ഇരുന്ന് മാക്കം വേഗം തിന്നു. അപ്പോൾ അത്രയുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.